ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു 3 ഉരുളക്കിഴങ്ങും 3 മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ അടിപൊളി റെസിപ്പി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തോലെല്ലാം നല്ലോണം നമുക്ക് കളഞ്ഞെടുക്കാമേ. അപ്പോൾ ഞാൻ തോലെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ചെറിയ ചെറിയ, അതായത് നല്ല കനം കുറച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതാ ഇത്രയും കനമേ പാടുള്ളൂ കേട്ടോ. ഇത്രയും കട്ടിക്ക് നമ്മൾ ചെറുതായി ചെറിയ ചെറിയ പീസുകളാക്കി ഈ 3 നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ മാത്രമേ നമുക്ക് പെട്ടെന്ന് അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 3 ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ചോറിനോടൊപ്പം ഒക്കെ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും മീനും മുട്ടയും അല്ലെങ്കിൽ ചിക്കനും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടല്ലേ. പക്ഷെ ഇനി മീനോ ചിക്കനോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതേപോലെ ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കി നോക്കൂ. ചോറും ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആഹാരം കഴിക്കാം. അത് മാത്രമല്ല കേട്ടോ, വെറൈറ്റി ആയിട്ട് നമുക്കൊരു സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാമേ. അപ്പൊ ഞാൻ ഇവിടെ തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങെല്ലാം വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അതിന്റെ നിറം അങ്ങ് മങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ ആവശ്യം. അപ്പൊ നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാമേ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. അപ്പൊ ഞാൻ ഇവിടെ 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് നല്ലോണം അതങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മുട്ട ഓംലെറ്റിനൊക്കെ പതപ്പിച്ചെടുക്കൂല, അതേപോലെ നമുക്ക് നല്ലോണം അതങ്ങ് അടിച്ചെടുക്കാമേ. അപ്പൊ ഇവിടെ മുട്ട ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു നിറം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില 2ആയിട്ട് കീറി അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലോണം അതങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തയ്യാറാക്കാനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൻ കത്തിച്ച് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നുമില്ലെങ്കിലും ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. നമുക്ക് നല്ലോണം ചോറ് കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റ് ആണ്. അപ്പം ചിക്കനും മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പൊ നമുക്കിനി നമ്മൾ തയ്യാറാക്കുന്ന ഒരു പാൻ എടുക്കാം കേട്ടോ. ഒരു നോൺ സ്റ്റിക് പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതേപോലെ അങ്ങ് വെച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് അടുക്കി വെച്ചു കൊടുക്കാം. മൊത്തം, അതായത് ആ പാത്രത്തിന്റെ ഫുള്ളായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാമേ. അപ്പൊ ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങ് എല്ലാം അതേപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിനി പാൻ കത്തിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇടണേ. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു മിനിറ്റ് അതിന്റെ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഇതേപോലെ ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ്, ഓക്കെ, മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. വേവിച്ചതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എല്ലാ സൈഡിലോട്ടും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാമേ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതവിടെ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടല്ലോ, ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്ക് സൈഡെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഒരു തവി കൊണ്ട് മറിച്ചിടാൻ കുറച്ച് പാടാണ് കേട്ടോ. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതേ സെയിം പോലത്തെ വേറൊരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. പാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ അതിലും കുറച്ച് എണ്ണ ഒന്ന് തടകി കൊടുക്കാം. തടകിയതിന് ശേഷം നമുക്ക് ആ പാത്രം എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ തന്നെ അത് കണ്ടല്ലോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. റെഡി ആയി വരും കേട്ടോ. കാരണം
ബാക്ക് സൈഡ് വെന്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും എളുപ്പം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തവി കൊണ്ട് ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അതങ്ങ് റെഡിയായി വന്നോളേ. അപ്പൊ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി ഇതും അടച്ചു വെച്ച് അതിന്റെ അകഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതുകൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ബാക്ക് സൈഡ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണ്ടല്ലോ, പാത്രത്തിൽ നിന്ന് ഫുള്ളായിട്ട് അതൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തീ മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് വീണ്ടും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടല്ലോ, 2 സൈഡും വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ലോണം അതെല്ലാം വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാം. നല്ലൊരു സ്നാക്സ് ആയിട്ടും നല്ല ചോറിനോടൊപ്പം ഉള്ള ഒരു സൈഡ് ഡിഷ് ആയിട്ടും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഒരു ചിക്കൻ കറിയുടെ ഒക്കെ ടേസ്റ്റ് വരും കേട്ടോ. കാരണം മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല മണമാണ് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, അത്രയ്ക്കും മണം ഉണ്ടായിരിക്കും കേട്ടോ. ആ മണം വരുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചോ അത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഓപ്പൺ ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴും നല്ല മണം വരും കേട്ടോ. നല്ല മണമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചോറിനോടൊപ്പം വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ ഒരു സ്നാക്സ് ആയിട്ട് വേണമെങ്കിലും തയ്യാറാക്കി കൊടുക്കാം. ഇതിന്റെ പുറത്ത് കുറച്ച് പിസയൊക്കെ കൂടെ നമ്മളൊന്ന് തേച്ച് കൊടുക്കാമെങ്കിൽ നല്ലൊരു പിസ ആയിട്ട് വേണമെങ്കിലും കുട്ടികളങ്ങ് കഴിച്ചോളും കേട്ടോ. ഞാൻ എന്തെങ്കിലും മയോണൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തേച്ച് കൊടുത്താലും അവരെന്ത് ചെയ്യും, ഒരു പിസ ആയിട്ടൊക്കെ അങ്ങ് കഴിച്ചോളും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പൊ മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ.